വെൽക്കം ബാക്ക് ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ BSc BEdും BA BEd രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ BSc BEdൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BA BEdൽ ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ഈ ഒരു ഇംഗ്ലീഷ്, ഹിസ്റ്ററി, എക്കണോമിക്സ് ഈ ഒരു സബ്ജക്റ്റുകളിലാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുമ്പായിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് NCET കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന എജുബിൾസ് ലേണിംഗിൽ നിന്നാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഈ വർഷത്തേക്ക് NCET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും എജുബിൾസ്. ഉടനെ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ കണക്ട് ചെയ്താൽ നിങ്ങളുടെ കൂടുതൽ അഡ്മിഷൻ ഡീറ്റെയിൽസ്, കോച്ചിങ് പ്രോഗ്രാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, 2027ലേക്കുള്ള ITP പ്രോഗ്രാമിൻ്റെ ആപ്ലിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ BA BEdും BSc BEd രണ്ട് പ്രോഗ്രാമും അവൈലബിൾ ആണ്. NCET എക്സാം എഴുതിയവർക്കാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്ന രജിസ്ട്രേഷൻ ഫീ എത്രയാണെന്ന് വെച്ചാൽ ജനറൽ OBC NCL EWS കാറ്റഗറിക്ക് വരുന്നത് 250 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു അഡീഷണൽ പ്രോഗ്രാമിന് കൂടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്താൽ മതി. SC STക്ക് 150 രൂപയാണ്. 50 രൂപയാണ് അഡീഷണൽ പ്രോഗ്രാമിന് വരുന്നത്. PWD ട്രാൻസ്ജെൻഡർ അവർക്കൊന്നും ഫീ ഇല്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓരോ എക്സ്ട്രാ പ്രോഗ്രാം എടുക്കുമ്പോൾ അതിന് ഓരോ പുതിയ ഫീ അടയ്ക്കുകയാണെന്നുള്ളത് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി പ്രോഗ്രാം വൈസ് എലിജിബിലിറ്റി ആണ് നോക്കുന്നതെങ്കിൽ BSc BEdനാണെങ്കിൽ +2ൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്തിരിക്കണം, മിനിമം 50% മാർക്ക് വാങ്ങിയിരിക്കണം. അത് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇനി BA BEdലേക്കാണെങ്കിലും 50 ഇൻടേക്കാണ് എടുക്കുന്നത്. +2 ആയിരിക്കും, +2 പാസ്സായിരിക്കണം, 50% മാർക്കായിരിക്കണം. ഓക്കെ, അപ്പോൾ BA BEdൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത് വെച്ചാൽ 50% ഇൻടേക്കാണ് ഇതിന് വരുന്നത്. അപ്പോൾ +2 നിർബന്ധമായിട്ടും 50% മാർക്കോട് കൂടെ നിങ്ങൾ പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ പറയുന്നത് BA BEd ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റുണ്ട്. അവിടെയുള്ള പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഈ ഒരു ഇതിലേതെങ്കിലും ഒരു ഡൊമൈൻസ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ് ഈ ഒരു ഡൊമൈൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം. നിങ്ങൾ ഏതിനാണോ പോകുന്ന ആ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന അതിന്. അപ്പോൾ പോണ്ടിച്ചേരിയുടെ പൊതുവെ വരുന്നത് വെച്ചാൽ നമുക്ക് BSc BEdന് മൊത്തമായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനാവുക. അതായത് അവിടെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. 3 ഉണ്ടെങ്കിൽ നിങ്ങൾ 3 എഴുതിയിരിക്കാൻ വേണം. എന്നിട്ട് 3നും അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് 3നും കൂടിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട BSc BEd ഫിസിക്സ് ആണ്, ഫിസിക്സിന് പോകാമെന്നുള്ള നിലക്ക്. അതുപോലെ തന്നെ BA BEdൻ്റെതും നിങ്ങൾ അവിടെ ഇംഗ്ലീഷും ഹിസ്റ്ററിയും എക്കണോമിക്സും ആണ് ഉള്ളതെങ്കിലും ഇതിന് 3നും കൂടെ ഉള്ള ആളുകൾക്കായിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനാവും. ഇത് 3 എഴുതിയ ആളുകൾക്കായിരിക്കും. അപ്പോൾ എന്നിട്ട് അവിടുന്ന് ഉള്ളിൽ തരംതിരിയാണ് ചെയ്യുക വരുന്നത്. പിന്നെ അവിടുത്തെ റിസർവേഷൻ പോളിസി വരുന്നത് 15% SCക്ക്, 7% STക്ക്, അതുപോലെ തന്നെ OBCക്ക് 27%, EWSന് 10%, PWDക്ക് 5%. ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ സ്പോർട്സ് കോട്ടയുണ്ട്, ഡിഫൻസ് കോട്ട, NCC കോട്ട, NSS കോട്ട, അങ്ങനെയൊക്കെ കോട്ടകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20-ാം തീയതിയാണ്. ഈ മാസം 20-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട പോർട്ടൽ നമ്മുടെ അവരുടെ സമർത്ഥ പോർട്ടൽ വഴി തന്നെയാണ്. ഈ ഒരു പോർട്ടൽ വഴി തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കയറിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ HelpDesk ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്താൽ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ പ്രോസ്പെക്ട്സ് കാര്യങ്ങൾ നോക്കുകയാണ്. ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളത്. അതായത് എലിജിബിലിറ്റി പറഞ്ഞത് 50% മാർക്ക് വേണം. നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റ് ഏതൊക്കെയാണ്? BA BEd ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ, ഹിസ്റ്ററിയോ, എക്കണോമിക്സോ, ഇംഗ്ലീഷോ, തമിഴോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ NCETൽ എഴുതേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? പൊളിറ്റിക്സ് സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി നിർബന്ധമായി എഴുതണം. ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷും, രണ്ടാമത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതണം. ഓക്കെ, തമിഴ് ചൂസ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും തമിഴ് എഴുതണമെന്ന് പറയുന്നുണ്ട് അവിടെ. ഇനി സയൻസിൻ്റെ ഇതുപോലെ തന്നെ ഒന്ന് ഇംഗ്ലീഷും ഒന്ന് ഇംഗ്ലീഷ് അല്ലാത്ത ലാംഗ്വേജും. പിന്നെ ഡൊമൈൻസിൽ PCM ആണ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ടത്. ഇതാണ് അവിടുത്തെ ഒരു അഡ്മിഷൻ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ITP പ്രോഗ്രാം പോണ്ടിച്ചേരി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.